ഇന്ന് മാർച്ച് 18. ഇന്നാണ് വന്ദനയ്ക്കെതിരെ വന്ന കേസിന്റെ ആദ്യ വാദം കേൾക്കുന്നത്. വേണ്ടി വന്നാൽ സാക്ഷിമൊഴികളെല്ലാം അനുകൂലമായി വന്നാൽ ചിലപ്പോൾ ഈ കേസിന്റെ വിധി നടപ്പാക്കുമെന്നും വരാമെന്നല്ല, അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. കാരണം മാലിനി ഏറ്റെടുക്കുന്ന കേസുകളിലെല്ലാം മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കാറുള്ളത്. അത് ചിലപ്പോൾ ഈ കേസിന്റെ കാര്യത്തിലും സംഭവിക്കാം. അത് എന്തു തന്നെയാണെങ്കിലും ആകട്ടെ, ഇവിടെ ചെമ്പകശ്ശേരിയിൽ മാലിനിയൊഴികെ ആ വീട്ടിലെ മറ്റെല്ലാവരും അതിരാവിലെ തന്നെ കുളിച്ചൊരുങ്ങി കുടുംബക്ഷേത്രമായ ഭഗവതികാവിൽ തൊഴാൻ വന്നിരിക്കുകയാണ്. വന്ദനയ്ക്കെതിരെ വന്ന ആ കള്ളക്കേസ് വിജയിക്കുന്നതിനും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാനുമാണ് അവർ അവിടെ എത്തിയിരിക്കുന്നത്. കൂടാതെ കേസിന്റെ വിജയത്തിനായി ചില പ്രത്യേക വഴിപാടുകളും അവർ നടത്താൻ മറന്നിരുന്നില്ല. ഈ സമയം ചെമ്പകശ്ശേരിയിൽ നിൽക്കുന്ന മാലിനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ, പതിവ് പോലെ തന്നെ മാലിനി കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പായി ചെയ്യാറുള്ള അവളുടേതായ എല്ലാ ജോലികളും ചെയ്തു തീർന്നതിന് ശേഷം കോടതിയിലേക്ക് പോകുന്നതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു അവൾ. ഒടുവിൽ കോടതിയിലേക്ക് പോകാനുള്ള വേഷത്തിൽ ഒരുങ്ങിയിറങ്ങി അവൾ താഴെ ഹാളിലേക്ക് എത്തിയപ്പോൾ കണ്ടു ക്ഷേത്രത്തിൽ പോയിരുന്നവരെല്ലാവരും തിരിച്ചെത്തിയിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ താഴെ മുറ്റത്തെ മാലിനിയെ കോടതിയിലേക്ക് കൊണ്ടുപോകാനായി പതിവ് പോലെ ഹരിനാരായണൻ കാറുമായി എത്തി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ കോടതിയിലേക്ക് പോകാനായി താഴെ ഹാളിലെത്തിയ മാലിനി ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചെത്തിയ ജയകൃഷ്ണന്റെ വീട്ടുകാരെ കണ്ട് പതിവ് പോലെ തന്നെ അവരുടെയെല്ലാം മുഖത്തേക്ക് നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷമാണ് അവിടെ നിന്നും പുറത്തേക്കിറങ്ങിയത്. തുടർന്ന് ഹരിക്കൊപ്പം കാറിൽ വന്നു കയറി. അതോടെ ഹരി കാർ മുന്നോട്ടെടുത്തു. ചെമ്പകശ്ശേരി തറവാട് മുറ്റത്തു നിന്നും ആ കാർ താഴെ പ്രധാന റോഡിലേക്ക് ഇറങ്ങി കോടതിയെ ലക്ഷ്യമാക്കി പാഞ്ഞു. ഈ സമയം ചെമ്പകശ്ശേരിയിൽ ക്ഷേത്രത്തിൽ നിന്നും എത്തിയ എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത ശേഷം രാവിലത്തെ കാപ്പി കഴിക്കാനായി ഡൈനിങ് ടേബിളിന് ചുറ്റുമായി വന്നിരുന്നു. അങ്ങനെ കാപ്പി കുടിക്കാൻ വന്നിരുന്നവരുടെ കൂട്ടത്തിൽ ജയകൃഷ്ണനും ഉണ്ടായിരുന്നു. തൻ്റെ സഹോദരി വന്ദനയ്ക്കെതിരെ വന്ന കേസിന്റെ വാദം നേരിട്ട് കാണാനും കേൾക്കാനും, അതിലുപരി അപ്പുവിൻ്റെ പുതിയ അവകാശിയായി വന്നിരിക്കുന്നത് ആരാണെന്ന് നേരിട്ട് കാണുന്നതിനുമൊക്കെയായി ജയകൃഷ്ണൻ ഇന്ന് കോളേജിൽ പോകാതെ ലീവ് എടുത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, വന്ദനയ്ക്കെതിരെ വന്ന ആ കേസ് ജയിച്ചു കാണുന്നതിനു വേണ്ടി കുടുംബത്തോടൊപ്പം ജയകൃഷ്ണനും ക്ഷേത്രത്തിൽ പോയിരുന്നു. ഒപ്പം മറ്റൊന്നുകൂടി അവൻ ഇന്ന് ഒരു ദിവസത്തേക്ക് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, അവനിപ്പോൾ സമാധാനം നൽകിക്കൊണ്ടിരിക്കുന്ന മദ്യം. അതാണ് ഇന്ന് ഒരു ദിവസത്തേക്ക് ജയകൃഷ്ണൻ ബഹിഷ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ കാപ്പി കഴിക്കാനായി എല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റുമായി വന്നിരുന്നു. അതോടെ നാണിയമ്മ ആ വീട്ടിലെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് അനുസരിച്ച് തയ്യാറാക്കിയ കാപ്പിയുടെ പലഹാരങ്ങൾ ഓരോരുത്തർക്കും വിളമ്പിക്കൊടുക്കുന്നു. ഈ സമയം ഭഗീരഥി എല്ലാവർക്കും കറികളും വിളമ്പി. അതോടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നാൽ ആ കാപ്പികുടിക്കിടെ പതിവ് പോലെയുള്ള ഒരു സന്തോഷം അത് അവിടെ ആരിലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നിശബ്ദരായി ഇരുന്നാണ് കാപ്പി കഴിക്കുന്നത്. അങ്ങനെ നിശബ്ദരായി ഇരുന്ന് കാപ്പി കഴിക്കുന്നവരുടെ കൂട്ടത്തിലിരിക്കുന്ന വന്ദനയെ സംബന്ധിച്ച് പറഞ്ഞാൽ, അവൾക്ക് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമോ എന്ന ആദിയും ടെൻഷനുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ മുഖത്ത് അതിൻ്റെ ഒരു നിഴലിപ്പും കാണാമായിരുന്നു. വന്ദനയുടെ മുഖത്തെ ആ വിഷമവും ടെൻഷനും കണ്ട വാണി വന്ദനയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, "നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാണ്? അപ്പു നമ്മുടെ കുഞ്ഞല്ലേ, അവനെ ആരും കൊണ്ടുപോകില്ല. അപ്പുവിനെ നമുക്ക് തന്നെ തിരിച്ചു കിട്ടും," വാണി പറഞ്ഞു സമാധാനപ്പെടുത്തുന്നു. അത് കേട്ട വന്ദന, "എന്നാലും ഏട്ടത്തി, എനിക്ക്..." അവളിൽ നിന്നും പുറത്തേക്ക് വന്ന ആ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ വന്ദനയുടെ ശബ്ദമിടറി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. വന്ദനയുടെ ആ വിഷമം കണ്ട അവിടെയിരുന്ന ഓരോരുത്തരുടെയും നെഞ്ചകം ഒന്ന് പിടഞ്ഞു. ഈ സമയം വാണി, "എൻ്റെ ഭഗവതി, നീ ഈ വിഷമം കാണുന്നില്ലേ? ആ നശിച്ചവൾ കാരണമല്ലേ എല്ലാവർക്കും ഇങ്ങനെയൊരു സങ്കടത്തിന് വഴിവെച്ചത്. അതുകൊണ്ട് എൻ്റെ ഭഗവതി, ആ മനസ്സുനീറി ഞാൻ പറയുകയാണ്, ആ നശിച്ചവൾ പോയ ആ കാർ അത് ചെന്ന് എവിടെങ്കിലും ഒന്ന് ഇടിച്ചു നിന്നിരുന്നെങ്കിൽ അതോടെ അവളുടെ അഹങ്കാരത്തിന് ഒരു തിരിച്ചടിയായേനെ. അതോടെ അവളൊന്ന് ഒതുങ്ങുകയുള്ളൂ." ഈ സമയം വാണി മാലിനിയെക്കുറിച്ച് പറഞ്ഞ ആ ശാപവാക്കുകൾ കേട്ട് ഒരു നിമിഷം അവിടെയിരുന്ന എല്ലാവരും ഒന്ന് അമ്പരന്നു. എല്ലാവരും വാണിയുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ ആ നോട്ടത്തിൽ അവൾ എന്താണ് ഈ പറഞ്ഞതെന്ന ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു.
എന്നാൽ വാണി മാലിനിയെക്കുറിച്ച് പറഞ്ഞ ആ വാക്കുകൾ അവർക്കിടയിലിരുന്ന ജയകൃഷ്ണന്റെ മനസ്സിൽ വല്ലാതെ തറച്ചു. മാലിനിക്കും തനിക്കുമിടയിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും താൻ താലികെട്ടി ഒപ്പം കൂട്ടിയ പെണ്ണാണവൾ. അങ്ങനെയുള്ളപ്പോൾ വാണി പറഞ്ഞ ആ വാക്കുകൾ അത് ജയകൃഷ്ണനെ വല്ലാതെ വേദനിപ്പിച്ചു. അതുകൊണ്ടുതന്നെ അവൻ കാപ്പികുടി മതിയാക്കി അവിടെ നിന്നും എഴുന്നേറ്റു. അവിടെ നിന്നും എഴുന്നേൽക്കുന്നതിനിടെ വാണിയുടെ മുഖത്തേക്ക് അതിരൂക്ഷമായി ഒന്ന് നോക്കുകയും ചെയ്തു. ഈ സമയം നമ്പ്യാരും മറ്റെല്ലാവരും ജയകൃഷ്ണനെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അവൻ ആരെയും ശ്രദ്ധിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് നടന്നു. തുടർന്ന് അവർ ഓരോരുത്തരായി കാപ്പികുടി കഴിഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ കോടതിയിലേക്ക് പോകാൻ തയ്യാറാകാൻ വേണ്ടി എല്ലാവരും അവിടെ നിന്നും എഴുന്നേറ്റു. ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ ഭഗീരഥയും നമ്പ്യാരും മാത്രമായി. ഈ സമയം അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തു നിന്ന നാണിയമ്മ അവർക്കരികിലെത്തി പറഞ്ഞു, അതെ, ഞാൻ ഒന്ന് വീട് വരെ പോവുകയാണ്. നാളെ രാവിലെ വരികയുള്ളൂ. അതുകേട്ട ഭഗീരഥയും നമ്പ്യാരും നാണിയമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അതുകണ്ട നാണിയമ്മ, കഴിഞ്ഞ ദിവസം ഞാൻ രണ്ടാളോടും ഇക്കാര്യം പറഞ്ഞിരുന്നതാണ്. അതുകേട്ടതും ഭഗീരഥി പിന്നെ ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ നാണിയമ്മയോട് പൊയ്ക്കൊള്ളാൻ പറയുന്നു. അതോടെ നാണിയമ്മ അടുക്കളയിലേക്ക് നടന്നു. അത്യാവശ്യം ചെയ്യേണ്ട ജോലികളെല്ലാം പെട്ടെന്നു തന്നെ ചെയ്ത ശേഷം അവിടെ നിന്നും ഇറങ്ങുന്നു. നാണിയമ്മ അവിടെ നിന്നും പോയതിനു തൊട്ടു പിന്നാലെ തന്നെ ചെമ്പകശ്ശേരിയിൽ നിന്നും എല്ലാവരും 2 വാഹനങ്ങളിലായി കോടതിയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ജയകൃഷ്ണനാകട്ടെ ബൈക്കിലാണ് കോടതിയിലേക്ക് പോയത്. അങ്ങനെ കോടതിയിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ വന്ദനയുടെ ഭർത്താവ് അശോകനും ഉണ്ടായിരുന്നു. ഏതാണ്ട് 1.5 വർഷം മുമ്പ് ഗൾഫിലെ ജോലിയെല്ലാം മതിയാക്കി അശോകൻ നാട്ടിൽ സെറ്റിലാണ്. ഇവിടെ സ്വന്തമായി ചില്ലറ ബിസിനസ്സുകൾ നടത്തുകയാണ് അവൻ. വന്ദനയ്ക്ക് ഇങ്ങനെയൊരു വക്കീൽ നോട്ടീസ് വരുമ്പോൾ അശോകൻ തൻ്റെ ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അവൻ നാട്ടിൽ വന്നത് തന്നെ. എന്നാൽ വന്ദന എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ അശോകനോട് പറഞ്ഞിരുന്നു. അതുകേട്ട അശോകൻ അവളെ സമാധാനപ്പെടുത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ അവർക്കൊപ്പം അശോകനുമുണ്ട് കോടതിയിലേക്ക് പോകാൻ.